എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അടുത്തിടെയായിരുന്നു നമ്മുടെ രേണു സുധിയുടെ ഒരു പുതിയ ഇൻ്റർവ്യൂ പുറത്തു വന്നത്. ഈ ഒരു ആങ്കറായിരുന്നു രേണു സുധിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരുന്നത്. ഹോട്ട് സീറ്റോ അങ്ങനെ ഏതാണ്ട് പറയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്തിരിക്കുന്ന സമയത്ത് ഈ ആങ്കർ ഓരോരോ ചോദ്യങ്ങൾ നമ്മുടെ രേണുവിനോട് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനത് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാതെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു രീതിയിൽ രേണുവിനെ അത്രയും ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആങ്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. രേണു ആകട്ടെ അതിന് നല്ല കട്ടിക്കുള്ളൊരു മറുപടി തന്നെയാണ് എല്ലാത്തിനും. ഭയങ്കര എന്താ പറയുന്നത്, അത്രയും ഷാർപ്പായിട്ട് അത്രയും ആ ഒരു രീതിയിലുള്ള മറുപടികളാണ് രേണുവും കൊടുത്തത്. ഒടുവിൽ വീഡിയോയുടെ അവസാനം നമ്മുടെ ആങ്കറുമായിട്ട് തെറ്റിപ്പോകുന്ന ആ ഒരു അവസ്ഥ വരെ എത്തി. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചു നിർത്തിയത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ, ഈ ആങ്കറിന് ഇത്തിരി തലക്കനം കൂടുതലാണ്. ഇവരെന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഇവരെടുത്ത് വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു ദേഷ്യമുണ്ടാവുന്ന ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ അത് മുഴുവനും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ആങ്കർ നല്ല രീതിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ പോയി അഭിനയിച്ചതിനെ പറ്റിയിട്ട് ഞെക്കിപ്പിടിച്ചു, ഇറുക്കിപ്പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ രേണു മറുപടി കൊടുക്കുന്നു. പിന്നീട് ഇവർ അവസാനം രേണുവിനെ ബോഡി ഷെയ്മിങ്ങിൻ്റെ അങ്ങേയറ്റം ദിനോസറിൻ്റെ മുഖം എന്നൊക്കെയുള്ള രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്നു. അപ്പോഴൊക്കെ രേണു പറയുന്നു അതിനെന്താ, അതെനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇനി വിവാഹം കഴിക്കുമോ എന്നായി അടുത്ത ചോദ്യം. അപ്പോൾ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കഴിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ അത്രയും ഈ ആങ്കറിനെ തെറി വിളിക്കാൻ ഇനി ഒന്നും വെച്ചിട്ടില്ല. ഈ ആങ്കറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ ആ ഒരു ചാനലിൽ മോണിറ്ററേഷനൊന്നും ആയ ചാനലല്ല എന്ന് പുള്ളിക്കാരത്ത് പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും ആ ഒരു ദിവസം കൊണ്ട് തന്നെ മോണിറ്ററേഷൻ ആയിട്ടുണ്ടാവും. കാരണം പിന്നീട് വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേട്ടോ. പിന്നീട് ഈ ആങ്കർ ഒരു ലൈവിൽ വന്നിട്ട് ഈ ആങ്കർ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ, ഇതൊന്നും നിങ്ങൾ എന്നെ കിടന്ന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകളല്ല. എനിക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നുമില്ല. അവർ അഭിനയിക്കുന്നതിന് ഞാൻ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇത്തിരി എരിയും പുളിയും ഉള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. ഉരുളക്കെപ്പേരി പോലെ എന്ന പോലെയുള്ള ചോദ്യങ്ങളായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വരുമ്പോൾ തന്നെ വരുന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ടാവും. അപ്പോൾ രേണു സുധിയാണെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഈ ആങ്കറിനോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം ചോദിക്കാനുള്ളത് ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മറുപടി ഞാനും തരും കട്ടയ്ക്ക് എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. എന്തല്ലേ, അങ്ങനെ രേണു പറഞ്ഞ രീതിയിലാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് രേണു ഉണ്ടാക്കിയെടുത്തത് എന്താണെന്നറിയാമോ, സിമ്പതി. അത്രയും സമയം നെഗറ്റീവ് അടിച്ചിരുന്ന ആളുകൾ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ആങ്കറിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആങ്കറാണെങ്കിലോ ഏറിക്കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ ഒടുവിൽ ഏറിക്കിടന്ന് കറങ്ങി തല കറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആങ്കർ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാനല്ല ഇതിൻ്റെയൊന്നും ആള്, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ പറയുന്നത് പോലെ തന്നെ ആങ്കർ പറഞ്ഞു, ഇതൊന്നും എൻ്റെ സ്വന്തമായ ചോദ്യങ്ങളല്ല, ഇതൊക്കെ പുള്ളിക്കാരത്തി പ്ലാൻ ചെയ്തതനുസരിച്ച് ഞാൻ ചോദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനും രേണുവുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്ന് വീഡിയോസ് എടുത്തു, സെൽഫി എടുത്തു, ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരികെ പോയത്. നമ്മൾ നല്ല ഫ്രണ്ട്സാണ് എന്ന് വരെ നമ്മുടെ ആങ്കർ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ആരാ റബ്ബറിട്ട് വലിച്ചത്? നമ്മൾ ജനങ്ങൾ. എന്നിട്ട് അവർ പറഞ്ഞൊരു ഉത്തരവും കൂടിയുണ്ട്, ജനങ്ങൾ മണ്ടന്മാരാണ്. ഈ പറയുന്ന ആങ്കർ പറഞ്ഞതെന്ന് വെച്ചാൽ ജനങ്ങൾ മണ്ടന്മാരാണ്, കഴുതകളാണ് എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് അവർ നന്നായിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചതും. അപ്പോൾ ഇതെന്താണ്, അപ്പോൾ നമ്മളൊക്കെ രേണുവിന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ രേണു അതിനെ വെറുമില്ല, എന്താ പറയുക,
മറ്റേ അടുത്ത പരിപാടിയാണ് രേണു കാണിക്കുന്നത്. രേണു അഭിനയിക്കുന്നെങ്കിൽ അത് രേണുവിൻ്റെ സൗകര്യം, വിമർശിക്കുന്നെങ്കിൽ അത് വിമർശനം പിന്നെ എന്താ പറയുന്നത്, അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അഭിനയം കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മളത് കൊള്ളില്ല എന്ന് തന്നെ പറയും. അല്ലാതെ വേറൊരാളിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളുടെ അഭിനയം കൊള്ളില്ലെങ്കിൽ കൊള്ളാം അടിപൊളി എന്ന് പറയൂ. ഇപ്പോൾ എൻ്റെ അവതരണം കൊള്ളില്ലെങ്കിൽ നിങ്ങൾ പറയൂ ഉത്തരം അടിപൊളി സൂപ്പറായിട്ടുണ്ടെന്ന് പറയൂ? ഒരിക്കലും പറയത്തില്ല, കൊള്ളില്ലടോ എന്ന് തന്നെ പറയും. അത് 100% ഉറപ്പാണ്. ചിലർക്കൊക്കെ എന്നോട് ഇഷ്ടമുണ്ട്, എന്നാൽ വേറെ മറ്റു പലർക്കും എന്നോട് ഇഷ്ടമില്ല. അങ്ങനെ തന്നെയാണ്, അതങ്ങനെയല്ലേ? അപ്പോൾ എന്നോട് താല്പര്യമില്ലാത്ത ആളുകൾ പറയും പോയി പണി നോക്കുന്നതല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അതങ്ങനെയാണ്, അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അംഗീകരിക്കണം അതിനെ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാതെ വരും. ഇഷ്ടമില്ലാതെ വരുമ്പോൾ നമുക്ക് വരുന്ന കമൻറ്റിൽ നമ്മളും എന്തെങ്കിലും തിരിച്ചെഴുതി വയ്ക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളൊന്നും മനസ്സിലാക്കാണ്ടല്ല. അപ്പോൾ രേണുവിനെ മാത്രം വിമർശിച്ചുകൂടാന്ന് ഞാൻ ചോദിക്കട്ടെ, വിമർശിക്കാതിരിക്കാനുള്ള എന്ത് കോപ്പാ രേണു കാണിക്കാതിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, സെലിബ്രിറ്റീസിനെ മുഴുവനും നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഇന്ന് സീരിയലിൽ കാണുന്ന മലയാളം ഏഷ്യാനെറ്റ് സീരിയലുകൾ എടുക്കാം, അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനറിയൂ. കാരണം ഞാൻ മുമ്പ് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ റിവ്യൂ ചെയ്തിരുന്ന ഒരാളാണ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ. അപ്പോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ ചെയ്തത് കൊണ്ട് തന്നെ ഏഷ്യാനെറ്റിലെ സീരിയലിനെ പറ്റി പറയാനറിയാം. അപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുക ഭേദം. പക്ഷേ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിലെ നായികമാർ പലരും ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന തമിഴ് പെൺകുട്ടികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഞാൻ 1-2 പേരുടെ കാര്യം പറയാം. കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഐശ്വര്യ റംസായി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ തമിഴ്നാട്ടിലെ പെൺകുട്ടിയാണ്, ചെന്നൈയിലുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി സീരിയലിലൊക്കെ നല്ല സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ചുരിദാറൊക്കെ അണിഞ്ഞ് അഭിനയിക്കുന്നെങ്കിലും റിയലായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടിയുടെ വേഷങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോഡേൺ വേഷങ്ങളാണ് ആ ഒരു കുട്ടി ഇടുന്നത്. പക്ഷെ കുട്ടി നിക്കറ്, കുട്ടി ഉടുപ്പ്, ഇതൊക്കെയാണ് അവരുടെ വേഷങ്ങൾ. പക്ഷെ അത് അവർ ആ ഒരു രീതിയിൽ വളർന്നു വന്നൊരു കുട്ടിയാണ് ആ ഒരു പെൺകുട്ടി. അപ്പം ഞാനിവിടെ ഐശ്വര്യ റംസായിയുടെ 1-2 ഫോട്ടോകൾ വയ്ക്കാം. ഇതുപോലെ ഇതാട്ടോ, നിങ്ങൾ നോക്കിക്കോ. ഇതുപോലെ ഒരുപാട് വേഷങ്ങളുണ്ട്. ഈ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വേഷങ്ങളാണ് ഈ കുട്ടി കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം ഈ കുട്ടി വളരെ മോഡേൺ ആയിട്ടുള്ള കുട്ടിയാണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അവളുടെ ഫോട്ടോസുകൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ മൊത്തവും ഇതുപോലെയുള്ള വസ്ത്രധാരണം ചെയ്ത ഫോട്ടോസുകളാണ്. കാരണം ഈ ഒരു കുട്ടി ശീലിച്ച വേഷങ്ങൾ ഇതാണ്. സീരിയലിലാണെങ്കിൽ പക്ക സാരിയാണ്, സാരി അല്ലെങ്കിൽ ചുരിദാർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഞാനിത് ഡൗൺലോഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, എടുത്തൊന്നും വെച്ചിട്ടില്ല. എന്നല്ല, 1 മിനിറ്റ് 1 സെക്കൻഡ് 1-2 ഫോട്ടോകളെ കാണിക്കുന്നുള്ളൂ, ഒരുപാടൊന്നും കാണിക്കുന്നില്ല. ഇത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതും ആ പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഐശ്വര്യ റംസായി എന്ന് പറയുന്ന കുട്ടി. ഇതും ആ ഒരു കുട്ടിയാണ്. കാര്യമെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഫോട്ടോസുകളെല്ലാം ഈ മെത്തേഡിലുള്ള ഫോട്ടോസുകളാണ്. ഇപ്പോൾ ലൊക്കേഷനിൽ വരുന്ന ആ ഒരു സമയത്ത് ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള ഫോട്ടോകളാണെങ്കിൽ പോലും ഏകദേശം ലൊക്കേഷനിൽ വരുമ്പോൾ പോലും ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് ഈ ഒരു പെൺകുട്ടി കൂടുതലായിട്ട് ധരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ ഇതെന്ന് വെച്ചാൽ ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറയും. ഇതും സീരിയലിലുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്കാ മോഡേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. ഞാനിത് കാണിക്കാനൊരു കാര്യമുണ്ട്, ആ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ വേഷങ്ങൾ. ഇവർ മാത്രമല്ല, ഇതുപോലെ നമ്മളിപ്പോൾ ഏത് സീരിയൽ നടികളെ എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ വേഷവിധാനങ്ങൾ ഇതുപോലെയാണ്.
ഇതിപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള വസ്ത്രധാരണങ്ങളാണ് മിക്ക സെലിബ്രിറ്റീസുകളും ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ പാൻ്റ് ആണെങ്കിലും പാവാടയാണെങ്കിലും ഇവർ എന്ന് പറഞ്ഞാൽ പൊക്കിൽ കൊടിയൊന്നും കാണിക്കാണ്ട് മുകളിൽ വെച്ചിട്ടാണ് ഇവരിതൊക്കെ ഉടുക്കുന്നത്. അവിടെയാണ് രേണുസുതി മൊത്തത്തിൽ കാണിച്ചുകൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് രേണുസുതിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. രേണുസുതിയുടെ മോഡലിങ്ങിനൊക്കെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് ഈ പറയുന്ന എല്ലാവരും എത്ര മോഡേൺ ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിലും സെലിബ്രിറ്റീസൊക്കെ കഴിവതും അവർ ഈ പറയുന്ന ഒരു ഭാഗം മാത്രം അധികം കാണിക്കത്തില്ല. അതിന് കുറച്ച് മുകളിൽ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സെയിം ആയിട്ട് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും. ഇത് രേണു എന്ന് പറഞ്ഞാൽ ഈ നാപ്പിച്ചുഴിയുടെ നിന്നും ഒരു 2-3 ഇഞ്ച് താഴേക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്നെ റിയാക്ട് ചെയ്യുന്നേ, എന്നെ നെഗറ്റീവ് അടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി കുറേ പേര് നമ്മളെ വന്ന് പൊങ്കാല ഇടുമെന്ന് പറഞ്ഞ് മിണ്ടാണ്ട് പഞ്ചപുച്ഛം അടക്കിയിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും, അത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീണ്ടും രേണുസുതിയുടെ ബുദ്ധിയായിരുന്നു ആങ്കറെ നമ്മൾ തെറി വിളിപ്പിക്കാനുണ്ടായ സാഹചര്യം. എങ്ങനെയിരിക്കുന്നു പുള്ളിക്കാരത്തേക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു, ആങ്കറെ എല്ലാവരും തെറി വിളിക്കുകയും ചെയ്തു. ഒടുവിൽ മറ്റുള്ളവരെന്തായി? ഇതാണ് രേണുസുതി. വക്രബുദ്ധിയുടെ അല്ലെങ്കിൽ കുടില ബുദ്ധിയുടെ ആശാട്ടിയാണ് പുള്ളിക്കാരത്തി. ഇത്രേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.